കേരളത്തിലെ ചില വ്യക്തികളെ മാപ്രകളുടെ ക്യാമറ കണ്ണിൽ പതിയില്ല. അവരുടെ ഫോട്ടോ എടുത്താലും അവരുടെ ക്യാമറയിൽ തെളിയില്ല. അപ്പോൾ നിങ്ങൾ കരുതും ഇതെന്തോ വല്ല മാജിക്കാണ്. അങ്ങനെ എന്തോ ഒരു മാജിക്ക് ഈ കേരളത്തിൽ മാത്രമായിട്ട് സംഭവിക്കുന്നുണ്ട്. ചില വ്യക്തികൾ അവരിനി എത്ര വിവാദത്തിൽപ്പെട്ടാലും ജനങ്ങളുടെ എല്ലാം ചോദ്യശരങ്ങൾ അവരുടെ നേരെ ഇങ്ങനെ കൂരമ്പ് പോലെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് അവരുടെ ഒരൊറ്റ ചിത്രവും ലഭിക്കത്തില്ല. അതെന്താണ് ഇങ്ങനെയൊരു അത്ഭുതം? ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് ഈ അടുത്ത സമയത്ത് നടന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അഞ്ചരക്കണ്ടി കണ്ണൂർ ദന്തൽ കോളേജ് എന്ന വിവാദമായിട്ടുള്ള ആ ദന്തൽ കോളേജ്. അവിടുത്തെ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു പട്ടികജാതിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണല്ലോ ആത്മഹത്യ ചെയ്യുകയും പിന്നീട് തുടർന്ന് അത് വിവാദമാവുകയും ചെയ്തു. തുടക്ക സമയത്ത് അത് സംഘപരിവാറിൻ്റെ മണ്ടയ്ക്ക് ചേർത്താൻ വേണ്ടി ഒരു വിപുല ശ്രമം അവർ നടത്തി. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് അബ്ദുൾ ജബ്ബാർ ഹാജി എന്നറിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ സൈലൻ്റായി. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ഈ ചെയർമാനായിട്ടുള്ള അബ്ദുൾ ജബ്ബാർ ഹാജി എന്ന വ്യക്തിയുടെ ചിത്രം ഏതെങ്കിലും ഒരു മാധ്യമം നിങ്ങളെ കാണിച്ചിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കും. പേര് തന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോഴും ആ മനുഷ്യന് രൂപമില്ല. അയാൾ ഇന്ത്യയിലില്ല എന്ന് പറയുന്നു, പുറത്തെവിടെയാണെന്ന് പറയുന്നു. എങ്കിലും ഒരു ചിത്രമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഞാൻ സോഷ്യൽ മീഡിയയിൽ പരതിയിട്ട് പോലും അങ്ങനെ ഒരു ചിത്രം നമുക്ക് കിട്ടാനില്ല. ഒരു മാധ്യമങ്ങളും അയാളുടെ ചിത്രം കൊടുത്തില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അയാളുടെ പേര് പോലും കൊടുത്തത്. എന്നിട്ടും ആ പേര് പുറത്ത് വന്നതിന് ശേഷവും അദ്ദേഹത്തിന് മാത്രം രൂപമില്ല. എന്തത്ഭുതമാണിത്? അങ്ങനെ ഒരാൾ കേരളത്തിൽ ഒരു ദന്തൽ കോളേജ് നടത്തുകയും ചെയ്യുന്നു. വളരെ വിരോധാഭാസമായിരിക്കുന്നു അല്ലേ? ഇനി മറ്റൊരു വ്യക്തിയുണ്ട്. പലതവണ ഇവിടുത്തെ മാപ്രകൾ പറഞ്ഞ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു പേരാണ് ഫാരിസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായിയോ മറ്റോ ആണെന്ന് പറയുന്നു. PC ജോർജ് ഒരിക്കൽ പറയുന്നത് കേട്ടു, മുഹമ്മദ് റിയാസിൻ്റെ ബന്ധുവാണ് ഇയാൾ എന്ന് വരെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഈ ഫാരിസ് അബൂബക്കറിൻ്റെ എത്ര ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അയാൾക്ക് 32 വയസ്സുള്ള സമയത്തുള്ള ചിത്രം മാത്രമാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ ചാനലുകളിൽ അവരെപ്പോഴോ കൊടുത്തിട്ടുള്ള വാർത്തയുടെ കൂടെ കൊടുത്തിട്ടുള്ള ചിത്രം ഇത് മാത്രമാണ്. ആ വാർത്ത വന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ചിത്രം എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VS അച്യുതാനന്ദനുമായിട്ട് ഇയാൾ ഉരസലുണ്ടായിരുന്ന സമയത്ത്, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, പിണറായിയും VSും 2 ധ്രുവങ്ങളിലായിട്ട് നിന്ന സമയത്ത്, 18 മുമ്പ് നടന്ന കാര്യമാണെന്ന് ഓർക്കണം. അപ്പോൾ ഫാരിസ് അബൂബക്കർ എന്ന വ്യക്തിക്ക് 32 വയസ്സോ മറ്റോ ഉള്ളൂ. ആ സമയത്ത് മറ്റൊരു ചാനലുകൾക്കും അയാളെ കിട്ടിയില്ല. എന്നാൽ ജോൺ ബ്രിട്ടാസിന് മുന്നിൽ കൈരളി TVയുടെ സ്റ്റുഡിയോയിൽ ഇയാൾ പ്രത്യക്ഷപ്പെടുന്നു. ജോൺ ബ്രിട്ടാസിനെ ഇരുത്തിക്കൊണ്ട് തന്നെ VS അച്യുതാനന്ദനെ അദ്ദേഹമെന്നും അങ്ങേരുന്നുമൊക്കെ അയാൾ വിളിച്ച് അപമാനിക്കുന്നു. അന്ന് മറ്റു മാധ്യമങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ വഴി കിട്ടിയ ചിത്രങ്ങളും പിന്നീട് അയാൾ എവിടെയോ പ്രസംഗിക്കുന്ന ഒരു ചിത്രവുമല്ലാതെ ഈയിടേതായിട്ടുള്ള യാതൊരു ചിത്രങ്ങളും ഇവർക്ക് ലഭിക്കുകയുണ്ടായില്ല. ഇയാൾ ഇപ്പോൾ കോഴിക്കോട് താമസിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ പിതാവോ മറ്റോ മരണപ്പെട്ടപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ അവിടെ പോയി കണ്ടിരുന്നു എന്നും ചില മാധ്യമങ്ങൾ പറയുന്നു. എന്നിട്ടും ഇയാളുടെ ചിത്രം മാത്രം ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. എത്രയൊക്കെ വിവാദങ്ങൾ ഇയാളുടെ പേരിലുണ്ടെങ്കിലും ഇയാളുടെ പഴയ ചിത്രമല്ലാതെ പുതിയ ചിത്രം ഒരൊറ്റ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല. ദീപിക പത്രം എപ്പോഴൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നോ അപ്പോഴൊക്കെ ദീപിക പത്രത്തിൻ്റെ ഒപ്പം പറയപ്പെടുന്നൊരു പേരാണ് ഫാരിസ് അബൂബക്കറിൻ്റെ. പക്ഷേ അയാൾക്ക് മാത്രം രൂപമില്ല, ചിത്രമില്ല. ഒരു മാധ്യമത്തിൻ്റെ കയ്യിലും നിലവിലെ വർത്തമാനകാലത്തെ അയാളുടെ ഒരു ചിത്രവുമില്ല. എന്തത്ഭുതമാണിത്! അങ്ങനെയും ചില ജിന്നുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിവിടുത്തെ മാപ്രകൾ നടത്തുന്നത് അന്വേഷണാത്മക പത്രപ്രവർത്തനമേ അല്ല. അവരെന്തോ കോപ്പി പേസ്റ്റ് പത്രപ്രവർത്തനം മാത്രമാണ് നടത്തുന്നത്. ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നത്. യാതൊരു മാധ്യമധർമ്മവും ഇല്ല. ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ആരെ വിമർശിക്കാനാണോ ഭയം അവരായിരിക്കും നിങ്ങളുടെ ഉടമകളെന്ന്. അതായത് അബ്ദുൾ ജബ്ബാർ ഹാജി എന്ന ആളുടെ ഫോട്ടോ പോലും പ്രസിദ്ധീകരിക്കാൻ മാപ്രകൾക്ക് പേടിയാണെങ്കിൽ അയാളായിരിക്കും ഇവിടെ അന്നദാതാവ്. ഫാരിസ് അബൂബക്കറിൻ്റെ നിലവിലുള്ള ഫോട്ടോ പോലും കൊടുക്കാൻ നമ്മുടെ മാപ്രകൾക്ക് പേടിയാണെങ്കിൽ അയാളായിരിക്കും ഇവരെ നിയന്ത്രിക്കുന്നത്. അത്ര തന്നെ.